ഇന്ന് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്നതായ ഒരു വിഷയമാണല്ലോ ഇവിടെ പറഞ്ഞത്, ദ ചർച്ച് ആൻഡ് ദ പാൻഡമിക്, മിസിയോളജിക്കൽ റിഫ്ലക്ഷൻ ഓൺ COVID-19 എന്നുള്ളതാണ്. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില ചിന്തകൾ ഒന്നിച്ച് പങ്കുവയ്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വളരെ അനുഗ്രഹകരമായ ചിന്തകൾ ബിജു എസ് ചെറിയാനച്ഛനും തുടർന്ന് അഭിയന്ന തിരുമേനിയും പങ്കിട്ടു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ മാത്രം ചില കാര്യങ്ങൾ പങ്കിട്ട് ഇത് അവസാനിപ്പിക്കാം. നമ്മൾ വളരെയധികം കോട്ട് ചെയ്ത് കേട്ടിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ജർമ്മനിയിലെ നാസി ഭരണകൂടത്തിൻ്റെ കീഴിൽ ഞെരുക്കമനുഭവപ്പെട്ട ഒരു ജനതയുടെ രോദനത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് പാസ്റ്റർ മാർട്ടിൻ നീമോളർ പറഞ്ഞ ആ കൊട്ടേഷൻ വളരെ പ്രസിദ്ധമാണ്. പല രീതിയിൽ അത് കോട്ട് ചെയ്തപ്പെട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് ഇങ്ങനെയാണ്: ഫസ്റ്റ് ദി കെയിം ഫോർ ദി ജ്യൂസ്, but I did nothing because I am not a Jew. Then they came for the socialists, but I did nothing because I am not a socialist. Then they came for the Catholics, but I did nothing because I am not a Catholic. Finally, they came for me, but by then there was no one left to help me. ഇത് വളരെ ഏത് കാലത്തും പ്രസക്തമായ ഒരു കൊട്ടേഷനാണ്. ആൻഡ് ദിസ് ഈസ് എ ജനറൽ ഹ്യൂമൻ റെസ്പോൺസ് ടു ഡിസാസ്റ്റേഴ്സ്. സാധാരണഗതിയിൽ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: എന്നെ ഇതുവരെയും ബാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരാശ്വാസമാണ് പലപ്പോഴും നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറഞ്ഞു. ദെൻ ഇറാൻ, അവസാനം അത് ന്യൂയോർക്കിൽ വന്നു. അവിടെ നിന്ന് നൊടി നേരം കൊണ്ടാണ് അമേരിക്കയിൽ ആകമാനം വ്യാപിച്ചു. ലോകത്താകമാനം അത് പരക്കുന്നത് നമ്മൾ. പ്രധാനമന്ത്രി ഇന്ത്യ അതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ മികവ് കൊണ്ടാണ് എന്നും ഇന്ത്യയുടെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ടാണെന്നും ഒക്കെ അവകാശപ്പെട്ടെങ്കിലും അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് നമ്മൾ കണ്ടു ഇന്ത്യയും വല്ലാതെ ഈ പാൻഡമിക്കിനാൽ ബാധിക്കപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഇന്ന് 75 million all over the world is infected. 1.66 million is dead. അമേരിക്കയിൽ തന്നെ 3,07,000-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഒരു ബിജു എസ് ചെറിയാനച്ഛൻ പറഞ്ഞപ്പോൾ വളരെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ട്രോമ ആക്കി അച്ഛൻ അടയാളപ്പെടുത്തി പറഞ്ഞു. Many people lost their dear ones, many lost their jobs, many have pay cuts, many are downgraded in their jobs. Many small-scale industries are closed forever. അങ്ങനത്തെ സ്റ്റോറീസ് നമ്മളിപ്പം കേൾക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് ബിസിനസ്സും അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും എന്നേക്കുമായി അവരുടെ ബിസിനസ്സൊക്കെ പൂട്ടേണ്ടുന്നതായ ഒരു ജീവിത സാഹചര്യം. ടൂറിസം ആൻഡ് എയർലൈൻ ഇൻഡസ്ട്രീസ് ഹാവ് ഗ്രേറ്റ് സെറ്റ് ബാക്സ്. Millions of jobs are lost in these two sectors alone around the globe. Physical hardships follow economic and social miseries, even mental miseries. Mental healthനെ കാര്യമായിട്ട് ഇത് ബാധിച്ചിരിക്കുന്നുവെന്ന് അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് പറയും. നമ്മൾ മനസ്സിലാക്കുന്നു സഭകളും അവയുടെ ശുശ്രൂഷകളും ബാധിക്കപ്പെട്ടിരിക്കുന്നു.
ഒരു സംശയമില്ല. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാർത്ഥനകളിലും ഒക്കെ അത് നമ്മളിപ്പോൾ ഓർക്കുന്നു. അതൊരു വലിയ ലാമൻ്റായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാലം കൂടിയാണിത്. ഞാൻ ഇവിടെ MTEയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ജോർജ് വർഗീസ് അച്ഛൻ ഹ്യൂസ്റ്റണിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പങ്കിട്ടൊരു കാര്യമാണ്, MTEA has informed its evangelists that it will not be able to pay them salaries for the coming months. വരും മാസങ്ങളിൽ ശമ്പളം തരാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് കരുതിയിരുന്നോണം എന്ന് സുവിശേഷകരെ അറിയിച്ചിട്ടുണ്ട് എന്നൊരു വർത്തമാനം പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ സഭയാകമാനം അത് ബാധിച്ചിരിക്കുന്നു. സഭയുടെ ശുശ്രൂഷകളെ നമ്മൾ വളരെ അഭിമാനത്തോടെ ഹോൾഡ് ചെയ്തിരുന്ന മിഷൻ സംരംഭങ്ങളെ, മിഷൻ ആഭിമുഖ്യങ്ങളെ എല്ലാം ബാധിക്കുന്ന ഒരു വലിയ മഹാമാരിയായി, ഒരു വലിയ ക്രൈസിസായി അത് തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് ഈ ഒരു പാൻഡമിക്കിന് വേദപുസ്തകം നൽകുന്ന ഒരു എക്സ്പ്ലനേഷൻ, ഒരു തിയോളജിക്കൽ എക്സ്പ്ലനേഷനും ഒന്ന് ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാം. സാധാരണഗതിയിൽ സാധാരണ ഒരു വിശ്വാസിയുടെ ചിന്തയിൽ പാൻഡമിക് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? ദൈവം കുപിതനായതുകൊണ്ടാണോ? അല്ലെ, ദൈവകോപമാണ് പ്രതിസന്ധികൾക്ക് കാരണം എന്നുള്ള ഒരു സാമാന്യ വിശദീകരണമുണ്ട്. Disasters were conventionally linked to the sinful life of people. Prophets like Amos connected it to injustices in social life of the community. 37-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, I have been young and now I am old. Yet I have not seen the righteous forsaken or their children begging bread. അപ്പം ഇതൊരു നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന രേഖയാണ്, അതായത് ഒരു ബേസ് ലൈനാണ്. അത് പറയുന്നു, ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കുന്ന ആളുകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തോടുള്ള അവിശ്വസ്തത ശിക്ഷാവിധി ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. ഒരു സങ്കീർത്തനക്കാരൻ, നമ്മൾ ബ്രുഗമാൻ പറയുന്നതനുസരിച്ച് 3 തരം സങ്കീർത്തനങ്ങളുണ്ട്. ദ സാംസ് ഓഫ് ഓറിയന്റേഷൻ, ദ സാംസ് ഓഫ് ഡിസോറിയന്റേഷൻ ആൻഡ് ദി സാംസ് ഓഫ് റീഓറിയന്റേഷൻ എന്ന് പറയാറുണ്ട്. അതിന് എല്ലാം ഭദ്രമായിരിക്കുമ്പോൾ പറയുന്നതാണ് ദ സാംസ് ഓഫ് ഓറിയന്റേഷൻ. ഒരു പക്ഷേ 37-ാം സങ്കീർത്തനം അങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ എല്ലാം ഒരു ഭദ്രത അനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ പറയുന്നതാവുന്നത് കൊണ്ടാവാം. അത് പറയുന്നു, നീതിമാന്റെ സന്തതി ഒരിക്കലും ഭക്ഷണത്തിനായിട്ട് ഇരക്കുന്നത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എല്ലാം ഭദ്രമായിരിക്കും. പക്ഷെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും മൂലക്കല്ലുകളെയും ഒക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ആഘാതം ആണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ COVID-19 കുറച്ചുകൂടെ വളരെ മികവോടെ നമുക്ക് വെളിപ്പെടുത്തിയ ഒരു സത്യം, ജീവൻ എന്ന് പറയുന്നത് ഒരു വെബാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുകയാണ്. അത് ഇന്റർ കണക്റ്റഡ് ആണ്. അതിന് പരസ്പര ബന്ധമുള്ള, അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന, പരസ്പരം ഇൻഡ്വെല് ചെയ്യുന്ന, പരസ്പരം ഇൻഫോംഡ് ആയിരിക്കുന്ന ഒരു ജീവവലയാണ് ജീവൻ. അത് എല്ലാം ഒന്നിച്ചു ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വെബിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ചലനം ബാക്കി എല്ലാത്തിനെയും ബാധിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന ക്ഷേമം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ജീവന്റെ വലയ്ക്ക് ആകമാനം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വെൽബീയിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് അതായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അല്ലാതൊരു വെൽബീയിങ് ഇല്ല. അങ്ങനെ അല്ലാതൊരു വെൽബീയിങ് ഉണ്ട് എന്ന് നമ്മൾ പറയുകയും അത് അനുഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് സത്യസന്ധമായ യഥാർത്ഥമായ ഒരു വെൽബീയിങ് അല്ല എന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുക. സാധാരണഗതിയിൽ പ്ലേഗ്സ്, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പ്ലേഗ്സിന് നൽകുന്ന എക്സ്പ്ലനേഷൻ വാൾട്ടർ ബ്രൂഗമാൻ അടുത്ത സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ 3 മോഡ്സിൽ അതിനെപ്പറ്റി പറയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തേത് ട്രാൻസാക്ഷണൽ മോഡ് ഓഫ് ദി കവനന്റ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെയാണ്. കവനന്റ് എന്ന് പറയുന്നത് ദൈവവും ദൈവജനവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അവിടെ ദൈവജനം ദൈവത്തോടുള്ള വിശ്വസ്തതയിലും അനുസരണത്തിലും ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ എവിടെ അനുസരണക്കേട് സംഭവിക്കുന്നുവോ
അവിടെ ഡിസാസ്റ്റർ ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഗുഡ് പീപ്പിൾ പ്രോസ്പർ ആൻഡ് ഈവിൾ പീപ്പിൾ സഫർ എന്നുള്ള ഒരു കവനന്റൽ മോഡ് ഓഫ് ട്രാൻസാക്ഷൻ. The covenant requires obedience. Obedience is rewarded and disobedience is punished എന്നുള്ള ചിന്ത. രണ്ടാമത്തേത് യാഹ്വേസ് പർപ്പസ്ഫുൾ എനാക്ട്മെന്റ് ഓഫ് ഫോഴ്സ് എന്നുള്ളതാണ്. ദൈവം വളരെ ശക്തിയോടെ, ദൈവികമായ പ്രതാപത്തോടെ ലോകത്തിൻ്റെ ജീവകാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തമായൊരു ഉദാഹരണമാണ് ദ സ്റ്റാൻഡ് ഓഫ് ബിറ്റ്വീൻ യാഹ്വേ ആൻഡ് ഫാറോ. ഫറവോനും യഹോവയായ ദൈവവും തമ്മിലുള്ള ഒരു മത്സരം, എതിരിടൽ, അതിൻ്റെ ഒരു സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ജനം വിടുവിക്കപ്പെടുക. ജനം വിടുവിക്കപ്പെട്ട് വിമോചിതരായി വാഗ്ദത്ത ദേശത്തിലേക്ക് നയിക്കപ്പെടണം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പർപ്പസിൽ വളരെ ഒരു സ്റ്റീലി റിസോൾവോടെ നിലനിൽക്കുന്ന ദൈവത്തെ നമ്മളവിടെ കാണുകയാണ്. അതുകൊണ്ട് ഫറവോന്റെ ശക്തി ഒന്നും ആ ഒരു റിസോൾവിനോട് എതിരിട്ട് നിൽക്കുന്നതിന് ശക്തമായി തീരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം ഫറവോന്റെ എല്ലാ സാമ്രാജ്യത്തിൻ്റെ സോഷ്യൽ ഇക്കോണമിക് കോൺഫിഗറേഷൻസിനെ എല്ലാം തകിടം മറിച്ച് കളയുകയാണ്. ഫറവോന്റെ മിലിറ്ററി മൈറ്റിനെയൊക്കെ തകർത്ത് കളയുന്ന ദൈവത്തിൻ്റെ ഒരു പർപ്പസ്ഫുൾ എനാക്ട്മെന്റ് ഓഫ് ഫോഴ്സ് അത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അതൊരു മൊഡാലിറ്റിയാണ്. ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, ദൈവം വളരെ ശക്തിയോടെ ഇടപെടുന്നു എന്നുള്ള ഒരു ചിന്ത. മൂന്നാമത്തേതാണ് ഗോഡ് ആക്ട്സ് ഇൻ ഗോഡ്സ് ഹോളി സോവറിറ്റി എന്നുള്ള ഒരു ചിന്ത. അത് നമുക്കറിയാം, ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളുമായിട്ടുള്ള ബന്ധത്തിൽ, കഷ്ടതകളെ അതിന്മേലുള്ള ഇയ്യോബിൻ്റെ റിഫ്ലക്ഷൻസ് അത് സൂചിപ്പിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇയ്യോബ് അവസാനം വന്നെത്തുന്ന ഒരു തലം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ടുന്ന ആളല്ല ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവിലാണ്. ജോബ് cannot ask questions because he is a dependent being on God. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ബീയിങ് ആണ്. അതുകൊണ്ട് ദൈവത്തിനൊരു സോവറിറ്റി ഉണ്ട്. ആ സോവറിറ്റിയെ ചോദ്യം ചെയ്യാൻ ഈ ഡിപ്പെൻഡൻറ്റ് ബീയിങ്ങിന് പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ മേലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. It comes out of God's holy sovereignty and we cannot ask questions about it എന്നുള്ള ഒരു ചിന്ത. The dangerous holiness of God defies the domesticating efforts of ancient priests, even as it escapes the efforts of the modern science. അതുകൊണ്ട് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സോവറിറ്റിയെ പിടിച്ചു കെട്ടാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. ഈവൻ മോഡേൺ സയൻസ് കനോട്ട് ഡു ഇറ്റ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടാണ്. എന്നാൽ ഇവിടെ ഒരു 3 കാര്യങ്ങളുടെ ഒരു സങ്കലനം, കൂടിച്ചേരൽ ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഞാൻ ഇനിയും പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഒരു ഫെയ്ത്തിൻ്റെ ഒരു ആർട്ടിക്കിളാണ് മിസ്റ്ററി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. At the same time, on the other hand, the revelation of God is also equally an important article of faith. ദൈവം മിസ്റ്ററിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. എന്നാൽ അതേസമയം തന്നെ മറുവശത്ത് ഈ ദൈവം വെളിപ്പെടുന്ന ദൈവം കൂടിയാണ് എന്നുള്ളതും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇത് രണ്ടും ഒന്നിച്ചു പോകേണ്ടുന്ന സംഗതികളാണ്. രണ്ടും കോൺട്രഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. രണ്ടും ഒന്നൊന്നിലേക്ക് കൊളാപ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ടും ഓവർലാപ്പ് ചെയ്യുന്ന, രണ്ടും കോംപ്ലിമെൻ്റ് ചെയ്യുന്ന അനുഭവമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കിയാണ്. അപ്പം മിസ്റ്ററി മാത്രമായിട്ട് ദൈവത്തെ അവതരിപ്പിച്ചാലുള്ള അപകടത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് മിസ്റ്ററി ആൻഡ് ഏജൻസി ഓഫ് ഗോഡ്, ഡിവൈൻ ബീയിങ് ആൻഡ് ആക്ഷൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഫ്രാങ്ക് ജി കർക്ക് പാട്രിക് ഇങ്ങനെ പറയുന്നു: ഇഫ് ഗോഡ് വെയർ ടോട്ടലി, അബ്സല്യൂട്ട്ലി ആൻഡ് എക്സോസ്റ്റീവ്ലി മിസ്റ്റീരിയസ്, then no concept of God could be developed. No relationship with God would be possible. And God would, for all practical purposes, be useless to the living of our lives.
അപ്പം മിസ്റ്ററി മാത്രമായിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് അർത്ഥവത്തായ ഒരു സാന്നിധ്യമോ യാഥാർത്ഥ്യമോ ആയി തീരുന്നില്ല എന്നുള്ള ഒരു വാദമാണ് അത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മിസ്റ്ററിയോടൊപ്പം തന്നെ ഈ ദൈവം വളരെ പേഴ്സണലായിട്ട് നമ്മളോട് റിലേറ്റ് ചെയ്യുന്ന ദൈവമാണെന്നുള്ളൊരു മറുപുറം കൂടി ചേർത്ത് വയ്ക്കാതെ അത് പൂർണ്ണമാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഗാഡ് റിലേറ്റ്സ് പേഴ്സണലി വിത്ത് അസ് ഓർ വിത്ത് ദ വേൾഡ് എന്നുള്ളത് കൂടി ഒരു മിസ്റ്ററിയാണ് സത്യം പറഞ്ഞാൽ. ദ മിസ്റ്ററി ഓഫ് പേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് ദെയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മിസ്റ്റീരിയസ് ക്യാരക്ടറിസ്റ്റിക് ഇൻ ഗാഡ് ഹ്യൂമൻ ഓർ വേൾഡ് റിലേഷൻഷിപ്പ് ഈസ് ഗാഡ്സ് ലവ് ഫോർ ദ വേൾഡ് എന്നുള്ളത് തിരുമേനി വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയുകയുണ്ടായി. അതുകൊണ്ട് എന്താണ് അങ്ങനെ ദൈവത്തെ ലോകത്തോട് റിലേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ അഗാപ്പെ സ്നേഹമാണ്. അത് മനുഷ്യരോടുള്ള സ്നേഹമാണ്, മനുഷ്യവംശത്തോടുള്ള സ്നേഹമാണ്, ലോകത്തോടുള്ള സ്നേഹമാണ്, ദൈവത്തിൻ്റെ ആകമാനമായ സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ദൈവം ഒരു മിസ്റ്ററി ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തെ വളരെ പേഴ്സണലായിട്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളോട് റിലേറ്റ് ചെയ്യാനായിട്ട് ഇടയാക്കുന്നു എന്നുള്ളതും രണ്ടും ഒന്നിച്ച് കൂടെ പോകേണ്ടുന്നതായ ചിന്തകളായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. Christian faith equally emphasizes God as mystery and personal. These two conceptions collapse into each other. To imagine God as a mystery is to see God as that reality who is completely transcendent, ontologically transcendent to all that is mundane. On the other hand, the imagination of God as a personal God involves the envisaging of the reality of God as a communion. ദൈവം കമ്മ്യൂണിയൻ ആണ് എന്ന് പറയുന്ന അനുഭവമാണ്. God who answers prayers and responds to human suffering. അതുകൊണ്ട് ദൈവത്തിന് ആ ഒരു ഭാവം കൂടിയുണ്ട്, കമ്മ്യൂണിയനാണ്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ഒരു തിയോളജി ഓഫ് മിഷൻ എന്ന് പറയുന്നത് മിഷൻ ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് ഡിവൈൻ കമ്മ്യൂണിയൻ എന്നുള്ളതാണ്. അത് ഒരു നമ്മൾ ഒരു കാര്യം പ്രസംഗിച്ച് ഒരാളെ കൺവിൻസ് ചെയ്യുന്നതല്ല, മറിച്ച് നാം അനുഭവിക്കുന്ന ഈ കമ്മ്യൂണിയൻ വളരെ പേഴ്സണലായി റിലേറ്റ് ചെയ്യുന്ന ഈ ഡിവൈൻ കമ്മ്യൂണിയനെ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നീട്ടിക്കൊടുക്കുന്ന ലൈഫിൻ്റെ ഷെയറിങ്ങിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ദൈവിക അനുഭവങ്ങളുടെ പങ്കിടലിലൂടെ നീട്ടിക്കൊടുക്കുന്ന അനുഭവമാണ് മിഷൻ എന്നാണ് അത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഇതിൻ്റെ അകത്ത് ദൈവം ഒരു മിസ്റ്ററിയാണ്. മിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ ആകമാനമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ഗാഡ് ഈസ് എൻ ഇൻസ്ക്രൂട്ടബിൾ റിയാലിറ്റി ആസ് ഫാർ എസ് ദി ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇസ് കൺസേൺഡ്. അതുകൊണ്ട് മനുഷ്യൻ അങ്ങനെ കടന്നു കയറി ചെന്ന് എക്സ്പ്ലോർ ചെയ്ത് ഖനനം ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല, മറിച്ച് ദൈവം വളരെ സ്നേഹത്തോടെ ഈ ലോകത്തോട് ഇടപെടുന്നു. അതുകൊണ്ട് ഈ ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ ഈ പാൻഡമിക്കിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പർപ്പസിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മാട്രിക്സിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മറുഭാഗത്ത് പറയാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ ഈ പാൻഡമിക്കിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ദൈവം അൺഫോൾഡ് ചെയ്യുന്നു. എന്നാൽ അതേസമയം തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ മാട്രിക്സിലാണ് നമ്മുടെ ജീവിതം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് അഫേം ചെയ്യാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ധൈര്യപൂർവ്വം ഈ കാലം ജീവിച്ചു തീർക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ദി ഇൻഫ്ലുവൻസ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്, അത് നമ്മൾ പറയാതിരിക്കാൻ തരമില്ലാത്ത ഒരു സംഗതിയാണ്. കാരണം ഒരു എൻലൈറ്റൻമെൻ്റ് ആണ് ഒരു കോസ് ഇഫക്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ പ്ലേസ് ചെയ്യുന്നത്. ലോകത്തെ മനസ്സിലാക്കുന്നത് ഇനി ഇങ്ങനെയാണ്, അതിന് പുറത്ത് ഉള്ള ഇൻ്റർവെൻഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു വെച്ച ഒരു അനുഭവമാണ് എൻലൈറ്റൻമെൻ്റ് എന്ന് നമുക്കറിയാം.
അതുകൊണ്ട് സയൻസ് അങ്ങനെയാണ്. ആ കോസ് ഇഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് സയൻസ് വിപുലത പ്രാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ എൻലൈറ്റൻമെന്റ് നമ്മുടെ ഒരു റിലീജിയസ് എക്സ്പീരിയൻസിനെ റീകോൺഫിഗർ ചെയ്തു ആ തരത്തിൽ എന്നുകൂടി പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് റിലിജിയൻ ആണെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് നമ്മൾ പറയുമ്പോൾ ഒരു കോസ് ഇഫക്റ്റ് മോഡാലിറ്റിയിലാണ് റിലിജിയനെ തന്നെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ളതൊന്നും, മറ്റ് പ്രൊവിഷൻസ് ഒന്നും, ഇതിന് പുറത്തു നിന്നുള്ള ഇൻ്റർവെൻഷൻസിനെയും ഒന്നും ബുദ്ധിപരമായി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത ഒരു സബ്ജക്റ്റിവിറ്റിയിലാണ് നമ്മൾ റിലിജിയനെ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ള അപകടം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വെസ്റ്റിൽ അത് വളരെ ശക്തമായിട്ട് നമ്മൾ സെക്യുലറിസത്തെ പറ്റിയൊക്കെ വളരെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വാൾട്ടർ ബ്രൂഗമാൻ ഇങ്ങനെ എഴുതുന്നു, അതായത് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അകത്തെ അപകടം അതെന്തുകൊണ്ടാണ് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ബിയോണ്ട് ദീസ് ഡിമാൻഡിങ് ഇമ്മീഡിയസീസ് we have a deep sense that our life is not fully contained in the cause and effect reasoning of the enlightenment that seeks to explain and control. There is more than that and other than that to our life in God's world. അതുകൊണ്ട് ദൈവത്തിൻ്റെ ലോകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കോസ് ഇഫക്റ്റ് റീസണിങ്ങിന് അപ്പുറത്തേക്കുള്ള ചില സംഗതികളിൽ കൂടി വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ആശ്വാസമുണ്ട്. കാരണം ഒരു വാക്സിൻ വന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സമാധാനം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മളിലേക്ക് പെട്ടെന്ന് എത്തും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയ്ക്കും ഒരു സാധ്യതയില്ലാത്ത ഒരു വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു സയൻസിൻ്റെ ഒരു റീസണിങ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോസ്റ്റ് ഇഫക്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കരുത് നമ്മുടെ റിലീജിയസ് എക്സ്പീരിയൻസ്. അതിനപ്പുറമായി ദൈവത്തിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനപ്പുറമായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങൾ തേടുന്നവരായിരിക്കാനും ആ വിശദീകരണങ്ങൾ നമുക്ക് നീട്ടിത്തരുന്ന സമാധാനങ്ങൾ കൈമുതലാക്കി ജീവിതത്തെ സുസ്ഥിരരാക്കുന്നവരായിരിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ദൈവം അത്തരത്തിലൊരു പേഴ്സണൽ ഏജന്റ് ഓഫ് ആക്ഷനാണ് എന്ന് പറയുമ്പോൾ ദൈവം ഈ ലോകത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ കാണുന്നുണ്ട് അല്ലേ? വേദപുസ്തകം അതിനെയാണ് വളരെ വ്യക്തതയോടുകൂടി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദൈവം ക്രിയേഷനിൽ തുടങ്ങുന്ന ഒരു കോണ്ടാക്റ്റ്, ലോകത്തോട് വയ്ക്കുന്ന ഒരു കോണ്ടാക്റ്റ് അവിടെ അവസാനിപ്പിക്കുകയല്ല, മറിച്ച് അതിനെ തുടരുന്നതായ നിരവധി മുഹൂർത്തങ്ങളിലൂടെ ദൈവം ഇതാ വളരെ നിരന്തരമായി ആ കോണ്ടാക്റ്റിനെ തുടരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന ഇടപെടലുകൾ ദൈവത്തിൻ്റെതായി ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദൈവം ആ രീതിയിലൊരു ഗാഡ് ആസ് എ പേഴ്സണൽ ഏജന്റ് ഓഫ് ആക്ഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഗോഡ് ചൂസസ് ടു വർക്ക് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഏജൻസ്. ദൈവം നേരിട്ട് ഇടപെടുകയാണ്. അപ്പം അത് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ദൈവം നിലനിൽക്കുന്ന ഒരു ലോക സാഹചര്യങ്ങളെ എല്ലാം നീക്കിക്കളഞ്ഞിട്ട് ഒരു മുകളിൽ നിന്ന് വളരെ ശക്തിയോടെ ചില കാര്യങ്ങളെ പുതുതായി സ്ഥാപിക്കുകയല്ല, മറിച്ച് ദൈവം ഈ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ച കാര്യവിചാരകരായി ദൈവം നിയോഗിച്ച മനുഷ്യരോട് ചേർന്ന് തൻ്റെ ഉദ്ദേശ്യങ്ങളെയും നടപടികളെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മിസിയോളജിക്കൽ ആംഗിൾ അതാണ്. ദൈവം തൻ്റെ പദ്ധതികളെയെല്ലാം തൻ്റെ മനുഷ്യ ഏജൻസിലൂടെ, ഹ്യൂമൻ ഏജൻസിലൂടെ നിവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്.
നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ നൗ എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. പലപ്പോഴും പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അത് എന്ന് നമുക്കറിയാം. അതൊരു ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈമിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു ഒരു പ്രയോഗമാണ് എന്ന് നമുക്കറിയാം. റോമർ 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ബട്ട് നൗ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. യേശു കർത്താവ് ആ സമയത്തെപ്പറ്റി പറയുന്നുണ്ട്. ഫുൾഫിൽഡ് ടൈം എന്നാണ് ക്രിസ്തു അതിനെപ്പറ്റി, പൂർത്തിയായ സമയം, ഇതാ നാഴിക വന്നിരിക്കുന്നു, പൂർത്തിയായിരിക്കുന്ന സമയം എന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നു. സംതിങ് ലോങ് അവൈറ്റഡ് ഈസ് നൗ അറൈവിങ്. വളരെ കാലമായി കാത്തിരുന്നത് എന്തോ ഇതാ കടന്നു വരുന്നു എന്നുള്ള ഒരനുഭവം. റോമ ലേഖനത്തിൽ തന്നെ 8-ാം അധ്യായത്തിൽ ആ സമയത്തെപ്പറ്റി വീണ്ടും പറയുന്നുണ്ട്. ഓൾ ക്രിയേഷൻ ഈസ് ഗ്രോണിങ് ഫോർ എ ന്യൂ ബർത്ത്. അതുകൊണ്ട് ഈ സമയം അത്തരത്തിൽ ഒരു പുതിയ സൃഷ്ടിയുടെ ജനനത്തിൻ്റെ ഒരു സമയം, അതിൻ്റെ സ്ട്രഗിളിൻ്റെ സമയം. ന്യൂനെസ് ഈസ് നെവർ കോസി. അങ്ങനെ നമ്മൾ അലസരായിട്ടിരുന്ന് ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ന്യൂനെസ് എന്നുള്ളത് കൂടി ഈ വേദഭാഗങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈ നൗ എന്ന് പറയുന്ന ഒരു റെഫറൻസ് സൂചിപ്പിക്കുന്നുണ്ട്. ഇറ്റ് അറൈവ്സ് ത്രൂ എ സ്ട്രഗിൾ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി എ ബർത്ത്. ഒരു ജനനത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ട്രഗിളിലൂടെ മാത്രമേ ഈ പുതുമയുടെ ജനനം സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. ജോർജിയോ അഗംബൻ ഈ സമയത്തെപ്പറ്റി മെസയാനിക് ടൈം എന്നാണ് പറയുന്നത്. ടൈം ബിറ്റ്വീൻ ദി മെസയാനിക് ഇവന്റ് ആൻഡ് പറൂസിയ. അദ്ദേഹം അതിനെ അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ആൻ അപ്പോസിൽ ഈസ് ഡിഫറെന്റ് ഫ്രം എ പ്രോഫറ്റ്. Prophet speaks about a time to come, but an apostle lives in the messianic time and operates in it എന്നുള്ളതാണ്. മെസ്സയാനിക് ടൈമിൽ ജീവിച്ച് അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോസ്തലൻ എന്നുള്ളതാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു സമയത്തെപ്പറ്റി പറഞ്ഞു പോകുന്ന ആളല്ല. അപ്പോസ്തലൻ അവിടെയാണ് വ്യത്യസ്തനാകുന്നത് എന്ന് അഗംബൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു ടൈമിൽ ഓപ്പറേറ്റ് ചെയ്ത് ആ ടൈമിനെ ഫുൾഫിൽ ചെയ്യുന്ന ആളാണ്. ടൈമിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ ലാക്കുള്ള ആളാണ് അപ്പോസ്റ്റൽ എന്ന് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒരു ഓപ്പറേഷണൽ ടൈം, മെസ്സിയാനിക് ടൈമിനെ സൂചിപ്പിക്കുന്നുണ്ട്. എ ടൈം ഇൻ വിച്ച് വി ഇൻവോൾവ് ഫ്രം വിത്തിൻ ടു ട്രാൻസ്ഫോം ഇറ്റ്. അതുകൊണ്ട് പറൂസിയെ പറ്റിയോ അല്ലെങ്കിൽ എസ്കറ്റോണിനെ പറ്റിയോ ഒക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ അലസമായിരുന്നു നമ്മളിലേക്ക് വന്ന് വീഴുന്ന ഒരു സമയത്തെ പറ്റിയല്ല, മറിച്ച് പൗലോസിന്റെ ചിന്തകൾ നമുക്ക് ആ സമയം നമ്മളതിലായിരുന്നു കൊണ്ട് ജനിപ്പിക്കേണ്ടുന്ന ഒരു സമയം എന്ന രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എ ടൈം ഇൻ വിച്ച് വി ഇൻവോൾവ് ഫ്രം വിത്തിൻ ടു ട്രാൻസ്ഫോം ആൻഡ് ഫുൾഫിൽ ഇറ്റ്, നോട്ട് വാച്ചിങ് the time flying away as mere spectators. Messianic time that works towards the end intended in the creation. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയുന്നത് this time is the beginning of the end. This time is the beginning of the end എന്ന് ഉള്ളൊരു പ്രയോഗം അദ്ദേഹം പറയുന്നുണ്ട്. അവസാനത്തിൻ്റെ ആരംഭ സമയമാണ് എന്ന് പറയുമ്പോൾ എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിനേക്കാൾ സൃഷ്ടിയുടെ ഒരു ഫുൾഫിൽമെന്റ് ദൈവം താല്പര്യപ്പെട്ട അല്ലെങ്കിൽ ദൈവഹൃദയം താല്പര്യപ്പെട്ടതുപോലെ അതിലേക്ക് ആ സമയത്തെ വളരെ ശ്രദ്ധയോടും അവധാനതയോടും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് ഡിസാസ്റ്റേഴ്സ് എല്ലാം ആ രീതിയിൽ റിന്യൂവലിൻ്റെ ഒരു സാധ്യതയുള്ള സമയമാണ് എന്ന് പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ വാച്ച് നൈറ്റ് സർവീസിൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം. അവിടെ ഹെരോദാവ് ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ആളുകളെ കൊല്ലുന്നതും അതോടൊപ്പം തന്നെ ശീലോഹാമിൽ ഗോപുരം വീണ ആളുകൾ മരിക്കുന്ന 2 ഡിസാസ്റ്റേഴ്സിനെ പറ്റി യേശു കർത്താവ് റെഫർ ചെയ്യുകയാണ്. എന്തിനാണ് ആ റെഫറൻസ് എന്ന് ചോദിച്ചാൽ ടു പോയിന്റ് ടു ദ നീഡ് ഓഫ് റിന്യൂവലിലേക്ക് ചൂണ്ടുന്നതിനായിട്ടാണ്. അതുകൊണ്ട് ഈ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പാൻഡമിക് പോലെയുള്ള ഡിസാസ്റ്റേഴ്സിനെല്ലാം അങ്ങനെയുള്ളൊരു സാധ്യതയുടെ സമയമാണ്. ഒരു മെസ്സിയാനിക് ടൈമായിട്ട്
അതിനെ കാണാനും അനുഭവിപ്പാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇനിയും നമ്മൾ അതിൻ്റെ വൈയെ പറ്റിയാണ് ചിന്തിച്ചത് ഈ പാൻഡമിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ. ഇനിയും വാട്ട് ഈസ് നെക്സ്റ്റ്, വാട്ട് ഷുഡ് ബി അവർ റെസ്പോൺസ് എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ക്രിസ്ത്യാനികളെ പറ്റി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനികളുടെ സംഘം ഒരു ചെറിയ കൂട്ടമായിരുന്നു. പക്ഷെങ്കിൽ റോമൻ സാമ്രാജ്യത്തിലും പിന്നീട് വന്ന സാമ്രാജ്യത്തിലും ഹോളി റോമൻ എംപയറിലും എല്ലാം വളരെ ശക്തമായൊരു സാന്നിധ്യം ചെലുത്തിയ ഒരു സമൂഹമായിരുന്നു അവർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പാൻഡമിക് നമുക്ക് ഒരു വലിയ അത്ഭുതവും അനുഭവമായി മാറുന്നത് നമ്മുടെ ഒരു തലമുറയിൽ അത് ഈ രീതിയിൽ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നമുക്കറിയാം, ഒരു വൈദ്യശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിക്കുന്നതിന് മുമ്പ് അടിക്കടി ഇത്തരത്തിലുള്ള വളരെ ദാരുണമായ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള പാൻഡമിക്കിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വംശമാണ് മനുഷ്യവംശം. അതിൻ്റെ അകത്തൊരു സംശയമില്ല. അതുകൊണ്ട് പല പാൻഡമിക്കിനെ പറ്റി നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് വായിക്കുന്നത് കൊണ്ട് നമുക്കതിനെ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ആദ്യ നൂറ്റാണ്ടുകളിലും അതുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഞാനിവിടെ കോട്ട് ചെയ്യുന്ന ആ ഒരു സംഗതിയാണ് സിക്നസ്. വെൻ സിക്നസ് സ്ട്രൈക്ക് എ ടൗൺ ഓർ സിറ്റി, സാധാരണ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ദ വെൽ ടു ഡു വുഡ് റൺ ഫോർ ഹിൽസ്. ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അവരുടെ ഒരു വിശ്വാസം ഇതായിരുന്നു. കാരണം വലിയ സയൻറ്റിഫിക് നോളജ് നമുക്ക് ഉള്ളതുപോലെ ഇല്ലാത്തൊരു കാലത്ത് അവർ വിശ്വസിച്ചിരുന്നു താഴ്വാരങ്ങളിൽ ഈ വായു ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, അതുകൊണ്ട് അത് ഒരു ഫൗൾ സ്മെല്ലുള്ള ഫീറ്റിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, ഒരു വായുവാണ്, അതാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫ്രഷ് എയറിന് വേണ്ടിയാണ് ഹില്ലിലേക്ക് ഓടിപ്പോകുന്നത്. അതുകൊണ്ട് പാൻഡമിക് ഉണ്ടാകുമ്പോഴെല്ലാം അങ്ങനെ ഓടിപ്പോകാൻ കഴിവുള്ള ആളുകളെല്ലാം ഓടിപ്പോകുമായിരുന്നു. എന്നാൽ സാധാരണ മനുഷ്യരാണ് അവശേഷിക്കുന്നത്, അവരാണ് ചത്തൊടുങ്ങുന്നത്. എന്നാൽ ക്രിസ്ത്യൻസിനെ പറ്റി പറയുന്നു they would stay and nurse people. അതുകൊണ്ട് ഈ സാമൂഹിക ഘടനയിൽ മനുഷ്യബന്ധങ്ങളിൽ ആർദ്രതയുടെയും കരുണയുടെയും പുതിയ ഒരു വ്യവസ്ഥ പ്രതിഷ്ഠിച്ച ആളുകളായിട്ടാണ് ക്രിസ്ത്യാനികളെ പറ്റി പറയുന്നത്. അതുകൊണ്ട് പറയുന്നു അവര് മറ്റുള്ളവരെ പോലെ ഓടിപ്പോകാതെ, മലകളിലേക്ക് ഓടിപ്പോകുന്നതിനെ പറ്റി വേദപുസ്തകത്തിലും സൂചനകളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അങ്ങനെ ഓടിപ്പോകാതെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ വേദനകളെ ഏറ്റുവാങ്ങി അവയെ ശുശ്രൂഷിച്ച് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ശ്രമിച്ച ആളുകളായിട്ടാണ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദ പീപ്പിൾ വെയർ അസ്റ്റോണിഷ്ഡ്. വാട്ട് വാസ് ദാറ്റ് അബൌട്ട്? ഓ ദേ റിപ്ലൈഡ്, വി ആർ ഫോളോവേഴ്സ് ഓഫ് ദിസ് മാൻ ജീസസ്. He put his life on the line to save us, so that is what we do as well. തൻ്റെ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി തന്നവനാണ് അവൻ, അതുകൊണ്ട് ഇതാ ഞങ്ങളും അത് തന്നെ ചെയ്യുന്നു. ഞങ്ങളുടെ ജീവൻ കൊടുത്ത് ഇവിടെ ഒരു വലിയ വ്യത്യാസവും സൗഖ്യവും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ആദര ശുശ്രൂഷയുടെ മാതൃക പ്രതിഷ്ഠിച്ചത് ആദിമ ക്രൈസ്തവരാണ് എന്ന് പുസ്തകത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് N.T. റൈറ്റ് ഈ ഒരു സമയത്ത് എഴുതിയ ഗോഡ് ആൻഡ് ദ പാൻഡമിക് എന്ന് പറയുന്ന സോണ്ടർവാൻ പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലാണത് കോട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ മാർത്തോമ സമൂഹം ഇതിനോട് പല രീതിയിൽ മിക്സ്ഡ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. ഒരു ചില അനുഭവം, ചില സ്നാപ്ഷോട്ട്സ് മാത്രം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കും. ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷീ ആസ്ക്ഡ് ഹർ സൺ ടു റിസൈൻ ദ ജോബ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, അപ്പം കോവിഡ് വാർഡിൽ ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യ നാളുകൾ വളരെ ആങ്സൈറ്റിയും വളരെ സ്കെയറി ആയിട്ടുള്ള നാളുകളായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ അമ്മ വിളിച്ച് പറഞ്ഞു, മോനെ നീ ആ ജോലി അങ്ങ് വേണ്ടാന്ന് വെക്കും, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. അപ്പോൾ ഈ മോൻ വേറൊരു ചോദ്യമാണ് അമ്മയോട് ചോദിച്ചത്, ഇഫ് ഐ റിസൈൻ ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് ദി ഡൈയിങ് പേഷ്യൻസ്? മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ എന്നെ പോലെയുള്ള ആളുകൾ റിസൈൻ ചെയ്താൽ. എന്നിട്ട് ആ അമ്മ അതെന്നോട് പറഞ്ഞപ്പോൾ അവർ വിതുമ്പുകയായിരുന്നു. എനിക്ക് ഭയങ്കര നാണക്കേട്, ഷെയിം തോന്നിയ ഒരു സന്ദർഭമായിരുന്നു അത്. ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ച ഒരു സാഹചര്യമായിരുന്നു എന്ന് അമ്മ പറയുകയുണ്ടായി. എന്നാൽ
വേറൊരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് വർക്കിംഗ് വിത്ത് എ ഡെന്റിസ്റ്റ് ഹസ് ഡിസൈഡഡ് ടു ചേഞ്ച് എർ ജോബ് ടു ടീച്ചിങ്. അവർ ടീച്ചിങ്ങിലേക്ക് മാറാനായിട്ട് അവർക്ക് ഭയങ്കര ഭയമായിരുന്നു. ആ ഭയത്തെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് ഷീ സ്റ്റോപ്ഡ് വർക്കിംഗ് വിത്ത് ദി ഡെന്റിസ്റ്റ്. ഫിസിഷ്യൻ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. കാരണം നമുക്കറിയാം, വാ തുറന്നിരിക്കുന്ന ഒരാളാണ് എപ്പോഴും കൂടുതൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആൾ. അതുകൊണ്ട് അങ്ങനെ ഉള്ള ജോലി വേണ്ട എന്ന് തീരുമാനിക്കുക. മെനി നഴ്സസ് ഓഫ് മൈ ചർച്ച് ഹു ആർ ക്വാളിഫൈഡ് ഫോർ റിട്ടയർമെൻറ്റ് ഹാഡ് ഡിസൈഡഡ് ടു ടേക്ക് റിട്ടയർമെൻറ്റ് അറ്റ് ദിസ് ടൈം. അപ്പോൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, ഈ പറഞ്ഞ ഡോക്ടറിനെ പോലെ അങ്ങനെയുള്ള അനേകം ആളുകളുടെ സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെയുള്ള യങ്, വൈബ്രൻറ്റ് ആൻഡ് ഡീപ്ലി ഡിവോട്ടഡ് ആയിട്ടുള്ള ആളുകളെ ഈ ഒരു സഭയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ദ ഇനിഷ്യൽ റെസ്പോൺസസ് വെയർ ഇൻ ഫാക്ട് സെൽഫ് ഓറിയൻറ്റഡ് ലാമെന്റ്. നമ്മളിലേക്കാണ് നോക്കിയത്. നമ്മൾക്ക് എന്ത് സംഭവിക്കാം, നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മളായിരുന്നു. ഈവൻ ഇൻക്ലൂഡിങ് മീ. നമ്മൾ തിരിഞ്ഞു നോക്കി അതിനെല്ലാം ഒന്ന് ഓഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നു, അങ്ങനെയാണ്, ദൈവമേ അയ്യോ ഇതെന്തൊരു കാലമാണ്, ഞങ്ങൾക്ക് എന്ത് സംഭവിക്കാനായിട്ട് പോകും, നമ്മിലേക്ക് മാത്രം നോക്കാൻ പറ്റിയ ഒരു കാലമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നൗ ദ ടൈം ഹാസ് ചേഞ്ച്ഡ്. നമുക്കറിയാം, ആ ലാമെന്റ് അവസാനിച്ചിട്ട് വി ആർ ടേണിങ് അവർ സെൽഫ് ടു ഗോഡ് ആൻഡ് അതർ സഫറിങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം, തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു 6-8 മാസക്കാലം കൊണ്ട് ഈ പള്ളിയിൽ റേസ് ചെയ്തത് ഇറ്റ്സ് ഓവർ $100,000. 70 ലക്ഷത്തിലധികം രൂപയാണ്. പല മിഷനുകളെ സഹായിക്കുന്നതിനും പല ആളുകൾക്ക് ശക്തിയായിട്ട് മാറാനുമൊക്കെ ഈ ആളുകളെ, ഈ ഭയമുണ്ടായിരുന്ന മനുഷ്യരെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതെ, ഇനി ഈ പോസ്റ്റ് കോവിഡ് കോണ്ടെക്സ്റ്റ് ഓഫ് മിഷൻ ഇൻ ഇന്ത്യ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദി സെക്യുലർ ഫാബ്രിക് ഓഫ് അവർ കൺട്രി. ഒത്തിരി കാര്യങ്ങൾ നമ്മെ ഈ ഒരു പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മെ വേദനിപ്പിക്കുന്ന ഒത്തിരി സംഗതികൾ സംഭവിക്കുന്നുണ്ട്. സത്യത്തിൽ അനീതി ചെയ്യുന്ന ആളുകൾക്ക് കോവിഡ് ഒരു മറയായി തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കോവിഡിൻ്റെ മറയിൽ സംഭവിച്ച ഒരുപാട് അതിക്രമങ്ങളെ പറ്റി നമ്മളിപ്പോൾ മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം സെക്യുലർ ഫാബ്രിക് അതിന് വലിയ പ്രയാസം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം കമ്മ്യൂണലായി ഡിവൈഡഡ് ആയിക്കൊണ്ടിരിക്കുന്നു ആ ഫാബ്രിക്. അതിൻ്റെ ഹാർമണിയൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വാട്ട് ഹാപ്പൻസ് ടു ദി എൻവയറോൺമെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ്, ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ് ആൻഡ് ഡ്രോട്ട്സ്. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നു ഒത്തിരി കോംപ്രമൈസസ് ക്ലൈമറ്റ് ലോസിൽ അല്ലെങ്കിൽ എൻവയറോൺമെൻറ്റൽ ലോസിൽ, എൻവയറോൺമെൻറ്റൽ ഇമ്പാക്റ്റിനെയൊക്കെ അസസ് ചെയ്യുന്ന പ്രോസസ്സസിനെയൊക്കെ സർക്കംവെൻറ്റ് ചെയ്ത് പ്രോജക്ട്സ് ഒക്കെ അനുവദിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദി ഫാമേഴ്സ് അജിറ്റേഷൻ, അല്ലേ, അത് സംഭവിക്കുന്നു. പല കാര്യങ്ങൾ വളരെ സൂത്രത്തിൽ സംഭവിക്കുന്നു. MSP will no longer exist. Local mandis, അല്ലെ, മാർക്കറ്റ്സ് ആർ ഗോയിങ് ടു ബി abolished. അത് വലിയ കോർപ്പറേറ്റ്സിന് വന്ന് വെറും ചുളുവിലയ്ക്ക് കർഷകരുടെ അധ്വാന ഫലം കൊള്ള ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഈ കാലത്തുണ്ടായൊരു വലിയ ഫിനോമിനനാണ് റിവേഴ്സ് മൈഗ്രേഷൻസ്. അതിനെപ്പറ്റി നമ്മൾ പലയിടങ്ങളിൽ വായിച്ചു. മെനി ഇമിഗ്രൻ്റ് laborers have returned to their native villages, adding burden on to the already ailing healthcare infrastructure and meager resource bases. ഉള്ളത് പങ്കിട്ടുകൊണ്ട് ജീവിക്കേണ്ടുന്നൊരു സാഹചര്യം. ആസ് പെർ 2011 സെൻസസ് there are 5.6 crores migrant laborers in India. ഒരു വലിയ എക്സോഡസ് ആയിരുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓഫ് വിച്ച് 55% are interstate migrants. തങ്ങളുടെ സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരായിരുന്നു. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് ഡേറ്റ ഷോസ് ദാറ്റ് 51% of Indian households in rural area are overcrowded with more than 3 people per room used for sleeping. അതുകൊണ്ട് ഇതെല്ലാം
പുതിയ ചലഞ്ചസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം പോളിറ്റിക്സ് ഈസ് ഓൾ അബൌട്ട് റീപ്രൊഡക്ഷൻ ഓഫ് കൺവെൻഷൻ സോഷ്യൽ പാറ്റേൺസ്. പൊളിറ്റിക്കൽ പ്രോസസ്സസ് കൊണ്ട് സാധിക്കേണ്ടുന്നത് ഈ രാജ്യം ലക്ഷ്യമാക്കുന്ന അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉന്നം വയ്ക്കുന്ന ഇക്വാലിറ്റിയും ജസ്റ്റിസും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സും ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വാട്ട് റോൾ ഈസ് ദ ചർച്ച് എക്സ്പെക്റ്റഡ് ടു പ്ലേ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഏറ്റവും വലിയ ഒരു പ്രയാസവും ഒരു തിരിച്ചടിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല എഡ്യൂക്കേഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ എന്ന് നമുക്കറിയാം. എനിക്ക് വലിയ സന്തോഷം തോന്നി ഇപ്പം ബിജോസ് ചെറിയാനച്ചൻ അതിനെപ്പറ്റി പല കാര്യങ്ങൾ നമ്മുടെ ഇൻ്റർവെൻഷൻസിനെ പറ്റി പറഞ്ഞല്ലോ. ഡിജിറ്റൽ ഡിവൈഡിനെ പറ്റി അച്ഛൻ പറഞ്ഞു. ഇൻ്റർനെറ്റ് ഇല്ലാത്ത സാഹചര്യം, ഗാഡ്ജറ്റ്സ്, ഈ എഡ്യൂക്കേഷണൽ സ്ട്രീമിങ്ങിനെ ഒന്നും ആക്സസ് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് ഇടയാക്കാത്ത പശ്ചാത്തലത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്യുമുലേറ്റീവായിട്ട് ഒരു വലിയ ഡിവാസ്റ്റേറ്റിംഗ് ഇമ്പാക്റ്റ് ആരിലാണ്? ദ പുവർ ഓഫ് ദിസ് കൺട്രി, അടിസ്ഥാന വർഗത്തിൽ ആണ് ഒരു വലിയ നാശോന്മുഖമായ ഒരു ആഘാതം അവരിലിത് ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പാവങ്ങൾ വീണ്ടും ഇംപവറിഷ്ഡ് ആകുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുന്നു. ഇവിടെ ഡേവിഡ് ബോഷ് പറയുന്നൊരു കാര്യം ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു ജാപ്പനീസ് ഒരു ക്യാരക്ടർ, അതായത് ക്രൈസിസ് എന്ന അർത്ഥമുള്ള ഒരു വാക്കിനെ എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു. അത് ജാപ്പനീസ് ഭാഷയിൽ ആ വാക്കിന് ഒരു ബൈവലന്റ് മീനിങ് ഉണ്ട്. ഡേഞ്ചർ എന്നും ഓപ്പർച്യൂണിറ്റി എന്നും ഒരേ സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു വാക്കാണ് അത്. കൊസുക്കെ കൊയാമയിൽ നിന്നാണ് അദ്ദേഹം അത് കടമെടുക്കുന്നത്. ക്രൈസിസ് ഇസ് therefore not the end of opportunity, but in reality only its beginning. The point where danger and opportunity meet, where the future is in the balance and where events can go either way. അതുകൊണ്ട് ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മൊമെന്റ് ആണ്. ഡേഞ്ചറും ഓപ്പർച്യൂണിറ്റിയും ഒരേപോലെ വന്ന് മീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് വളരെ ഒരു ബാലൻസിൽ നമ്മുടെ മിഷനും സഭയും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ദ ഫ്യൂച്ചർ ഈസ് ഇൻ ദ ബാലൻസ് ആൻഡ് വെയർ ഈവൻസ് ക്യാൻ ഗോ either way. രണ്ടു വഴിക്കും കാര്യങ്ങൾ പോകാൻ സാഹചര്യമുള്ളൊരു കാലം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടെ നമ്മൾ നീങ്ങേണ്ടുന്ന ഒരു കാലം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഡേവിഡ് ജെ ബോഷ് ഡിസ്ക്രൈബ് ദി ടെക്നോക്രാറ്റിക് സൊസൈറ്റി ഓഫ് ഹിസ് ടൈം. 1992 എഴുതിയതാണ്. ആ 92 തന്നെ ഒരു കാർ ക്രാഷിൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് എ ടോട്ടലിറ്റേറിയൻ സൊസൈറ്റി, ബട്ട് ഇറ്റ്സ് ടോട്ടലിറ്റേറിയനിസം ഈസ് ഹാർഡ്ലി റെക്കഗ്നൈസ്ഡ്. എല്ലാം ജനനന്മയ്ക്ക് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം, പക്ഷെങ്കിൽ ടോട്ടലിറ്റേറിയനിസം ആണ് അതിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്. Its presuppositions and spin-offs include centralization, bureaucratization, ecological damage, manipulation and exploitation of human beings, relentless consumerism, and chronic unemployment. It is a permissive society without norms, models, and traditions, and immediate society without past, often without future. People live utterly in the present and seek instant gratification. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നത്. വളരെ വാസ്തവമാണ് നമ്മുടെ ഒരു കാലത്തെ സംബന്ധിച്ച് എന്ന് നമ്മൾ ഓർക്കുകയാണ്. ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനും വ്യത്യസ്തമല്ല. ആർ വി ആസ് മിഷൻ കോംപ്ലൈയിങ് വിത്ത് ദി പാറ്റേൺസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ, ഓർ വി വർക്ക് ആസ് എൻ എൻജിൻ ഓഫ് ചേഞ്ച് ആൻഡ് ഹോപ്പ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ വാൾട്ടർ ബ്രൂഗമാൻ എഴുതിയ ഒരു പോയം ഇവിടെ ഒന്ന് കോട്ട് ചെയ്യുകയാണ്. അറ്റ് ദി എഡ്ജ് ഓഫ് എ ന്യൂ നോർമൽ എന്താണ് എന്ന് നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചല്ലോ. അപ്പം എന്താണ് നമ്മുടെ ഓൾഡ് നോർമൽസ്? അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ന്യൂ നോർമലിലേക്ക് വരികയാണ്. അവർ നോർമൽ വേസ് ആർ റീഅഷ്യൂറിംഗ് ടു അസ്. ഇറ്റ് ഈസ് അവർ നോർമൽ വേ ടു സ്ലോട്ട് പീപ്പിൾ ഫോർ വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി. ഓരോരുത്തർക്ക് ഓരോ സ്ഥലം അസൈൻ ചെയ്യുന്നതായിരുന്നു. അവരവരുടെ സമ്പത്ത് അനുസരിച്ച് ഓരോരുത്തരെ ഓരോ സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്യുന്നതായിരുന്നു. ഓരോ സ്റ്റേഷൻസ് കൊടുക്കുന്നതായിരുന്നു
നമ്മുടെ ഓൾ നോർമൽ. ഇറ്റ് ഈസ് അവർ നോർമൽ വേ ടു ക്ലാസിഫൈ പീപ്പിൾ ആസ് അസ് ആൻഡ് അതർ. അപ്പം നമ്മൾ വിലപിക്കുന്നു, ഇത് ന്യൂ നോർമലാണ്. അപ്പം പഴയ നോർമൽ എന്തായിരുന്നു, അത് പറയാതിരിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഇറ്റ് ഈസ് അവർ നോർമൽ വേ ടു പ്രിഫർ മെയിൽസ് ടു അതർ ജെൻഡർ. It is our normal way to distinguish heteros and the other. Our usual normals make us safe, make us happy, leave us certain. Only now our normal ways are exposed as constructs of privilege that cover over the reality of our neighborly situation. അതുകൊണ്ട് ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഉള്ള നമ്മുടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ ഈ ഒരു സാഹചര്യം എക്സ്പോസ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ പഴയ നോർമലിലെ കളങ്കങ്ങളെ അത് വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി വൈറസ് വി നോട്ടീസ് ദാറ്റ് ദി അതേഴ്സ് ആർ വെരി മച്ച് വിത്ത് us. We are all vulnerable together. We sense the disruption, the loss, the deep disease among us, and we want all normals to be great again. അതുകൊണ്ട് എന്തായിരിക്കണം ന്യൂ നോർമൽ, ന്യൂ ഫ്യൂച്ചർ? The blind see, the lepers are cleansed, the poor have good news, students have debts cancelled, the poor have health care, workers have a living wage, the atmosphere breathes fresh air. ജൂൺ 22 ഇഷ്യൂ ഓഫ് ടൈം മാഗസിനിൽ ദ എഡിറ്റർ ഇൻ ചീഫ് എഡ്വേർഡ് ഫെൽസൻദാൽ wrote, quoting the singer, actor and activist Andra Day, being a true advocate of change, a true ally to the black community. ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ടൈമിൻ്റെ ഇഷ്യൂവിലാണ്. റിക്വയർസ് ദ വില്ലിങ്നെസ് ടു ബി അൺകംഫർട്ടബിൾ. അപ്പം ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ വില്ലിങ്നെസ് ഇൻ അസ് ടു ബി അൺകംഫർട്ടബിൾ എന്നുള്ളതാണ്. സഭയ്ക്ക് ഒരു മിഷൻ ഏജന്റ് എന്ന നിലയിൽ, ദൈവത്തിൻ്റെ ഏജന്റ് എന്ന നിലയിൽ ആ ഡിസ്കംഫർട്ട് ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ന്യൂ നോർമലിലെ ചോദ്യം. അതുകൊണ്ട് സിനർജിയ എന്ന് പറയുന്ന ഒരു ആശയം പാട്രിസ്റ്റിക് നോഷനാണ്. God chooses to work through us in our weaknesses. The strength of God is manifested. അതുകൊണ്ട് പാസ്റ്റ് ഫെയിലിയേഴ്സും പ്രസന്റ് പവർലെസ്നെസ്സിലേക്കും ഒന്നുമല്ല നമ്മുടെ കണ്ണു പോകേണ്ടത്. ബട്ട് വി നീഡ് ടു സെറ്റ് അവർ മൈൻഡ്സ് ഓൺ ഹൈ. ഇത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളുടെ മനസ്സ് ഉയരത്തിൽ ഉറപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ട്, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് തോന്നുമ്പം ഇന്ന് ദൈവം നമ്മളോട് പറയുന്നു, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ ഹൈ, തിങ്സ് ദാറ്റ് ആർ അബവ്, നോട്ട് ഓൺ തിങ്സ് ദാറ്റ് ആർ ഓൺ എർത്ത്. നമുക്ക് അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. സാൽവേഷൻ അഗെയിൻ ഈസ് എ റിലേഷൻഷിപ്പ്. ഒരു ഐഡിയ ഉണ്ട്, ഇന്റർ ബീയിങ്, ക്രൈസ്റ്റ് ആസ് ആൻ ഇന്റർ ബീയിങ്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ, ലോകത്തിനുമിടയിൽ നമ്മളെ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു ഇന്റർ ബീയിങ്. God becomes present and accessible to us in Christ. അതുകൊണ്ട് സഭയുടെ ദൈവവിളിയും അതാണ്, ആ ഇന്റർ ബീയിങ് ആകാനായിട്ടാണ്. ദൈവത്തിനും ലോകത്തിനും ഇടയിൽ ഇന്റർ ബീയിങ് ആയി ലോകത്തെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന പാലങ്ങളായിട്ട് വർത്തിപ്പാൻ ദൈവം നമ്മെ മിഷണറീസ് ആയിട്ട് വിളിച്ചിരിക്കുന്നു. People of God are gathered to remain as a sign and manifestation of God's kingdom. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു. ക്ഷമയോടെ നിങ്ങൾ എല്ലാവരും കേട്ടതിലുള്ള സന്തോഷം അറിയിക്കും. താങ്ക് യു അച്ഛൻ. ഒരു 10 minutes we shall spend for discussion, raising question and clarifications if any. നിങ്ങൾ കൂടി കുറെ ഇൻവിറ്റേഷൻസ് കാണുമെങ്കിലും ഒരു 2-3 പേർക്ക് ചോദിച്ച് അച്ഛൻ റെസ്പോണ്ട് ചെയ്യാനാണ്. 9 അപ്പോൾ നടക്കാം. പറഞ്ഞോട്ടെ. ജേക്കബ് തോമസ് അച്ഛൻ, താങ്ക് യു ഫോർ യുവർ ടോക്ക്. അച്ഛൻ്റെ ടോക്ക് വളരെ ഭംഗിയായിരുന്നു. വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. വിഷയത്തോട് വളരെ നീതിപൂർവം അച്ഛനത് സംസാരിച്ചു. അച്ഛൻ്റെ തോട്ടിലും മിസ്റ്ററിയെ കുറിച്ച് അച്ഛൻ പറഞ്ഞത് വളരെ അനുഗ്രഹീതമായ ഒരു പാഠമായിരുന്നു. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് സഭയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയാൻ പാടില്ലാത്തതോ ഒരിക്കലും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തതോ ഖനനം ചെയ്തെടുക്കാൻ പാടില്ലാത്തതോ എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ എങ്ങനെ
അത് വളരെ അനുഭവമായിരുന്നു. എന്നാൽ ഇത് അച്ഛൻ പറഞ്ഞതിനോട് ഒരു കോംപ്ലിമെന്റ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മിസ്റ്ററി ദൈവം റിവീൽ ചെയ്തിട്ടല്ലാതെ അറിയാൻ പാടില്ലാത്തതായ ഒരു ആത്മീക രഹസ്യം എന്ന രീതിയിൽ മിസ്റ്ററിയെ കാണാനായിട്ട് സാധിക്കും. അപ്പം ദൈവം unless and until God reveals, we cannot unearth or understand it. അങ്ങനെ ആ രീതിയിൽ മിസ്റ്ററിയെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതിന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് നല്ലതാണ്. അതിനകത്തൊരു റിലേറ്റിവിറ്റിയിലാണ് സംഭവിക്കുന്നത്. ആദിമസഭയിലൊക്കെയും ഈ മിസ്റ്ററി ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തപ്പോൾ ദൈവവുമായിട്ടുള്ള റിലേറ്റിവിറ്റിയുടെ ഒരു ഒരു പ്രിമൈസ് എന്ന് പറയുന്നത് അത് ഒരു ക്ലർജി സമൂഹത്തിന് മാത്രമായിരുന്നു. എന്നാൽ ഒരു സാധാരണ സമൂഹത്തിന് വചനാധിഷ്ഠിതമായിട്ട് ദൈവത്തോട് റിലേറ്റിവിറ്റി ഉണ്ടായപ്പോൾ ആ മിസ്റ്ററി പൊഴിയുകയാണ്, അല്ലെങ്കിൽ മിസ്റ്ററിയുടെ ഇതളുകൾ അഴിഞ്ഞു വീഴുകയാണ്. എനിക്ക് തോന്നുന്നത് ആ മിസ്റ്ററി നമ്മൾ അൺഫോൾഡ് ചെയ്ത് വരണം. മിസ്റ്ററിയായിട്ട് നിന്നാൽ ദൈവത്തെ, അച്ഛൻ പറഞ്ഞതുപോലെ, ആ ചിന്തകന്റെ പേര് എനിക്ക് കിട്ടിയില്ല, നോ തോട്ട് കനോട്ട് ബി ഡെവലപ്ഡ് അബൌട്ട് ഗോഡ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഒരു റിലേറ്റിവിറ്റിയിലും റിലേഷനാലിറ്റിയിലും അറിയുന്നതോടുകൂടി മിസ്റ്ററി ഇല്ലാതാവണം എന്നുള്ളൊരു ചിന്തയല്ല ആണ് അതിലേക്ക് വരണം എന്നുള്ളതാണ് എന്റെ ചിന്ത. രണ്ടാമത് അച്ഛൻ പറഞ്ഞത് ഈ വാട്ട് നെക്സ്റ്റ്. ഇപ്പം കോവിഡിന്റെ സമയത്ത് ഈ സുനിൽ പി ഇളയിടം സാറിന്റെ ഒരു ടോക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നേരത്തെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് എന്റെ ആരോഗ്യ പ്രശ്നം എന്റെ മാത്രം ആരോഗ്യ പ്രശ്നമായിരുന്നു. എനിക്ക് പണവും മെഡിക്കൽ ഇൻഷുറൻസും ഉണ്ടെങ്കിൽ എനിക്ക് രോഗാതുരമായ സമൂഹത്തിൽ ആരോഗ്യവാനായി ജീവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇനിയും അത് സാധിക്കുകയില്ല. ഈ കോവിഡ്, പോസ്റ്റ് കോവിഡ് ടൈമിന്റെ ഒരു ഫിനമിനാണ്, അല്ലെങ്കിൽ കോവിഡ് കൊണ്ടുവന്ന ഒരു അനുഗ്രഹമാണ്. എനിക്ക് എന്തെല്ലാം സജ്ജീകരണങ്ങളും ഇൻഷുറൻസും ഉണ്ടെങ്കിൽ തന്നെയും സമൂഹത്തെ കൂടെ രോഗരഹിതമാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ സാധിക്കൂ. ഇതുവരെ രോഗാതുരമായ സമൂഹത്തിൽ എന്റെ പണം കൊണ്ടും എന്റെ പ്രതാപം കൊണ്ടും രോഗമില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അത് കോവിഡ് കൊണ്ടുവന്നതായ ഒരു വെളിവാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ ഒരു സംഗതി. ബഹുമാനപ്പെട്ട അച്ഛന്റെ ടോക്കിനോട് കോംപ്ലിമെന്റ് ചെയ്യാൻ മാത്രമേ ഞാൻ ശ്രമിച്ചുള്ളൂ. താങ്ക് യു അച്ഛൻ. താങ്ക് യു തിരുമേനി. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം.